ദേശീയപാത 66 തമിഴ്നാട് അതിർത്തി മുതൽ കഴക്കൂട്ടം വരെ നല്ല റോഡാണ്, സുഖകരമായ യാത്രയാണ്. ഇത് കഴിഞ്ഞാൽ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെ 29.83 കിലോമീറ്ററിൽ ഒച്ചിഴയും പോലെയാണ് നിർമ്മാണം. 41.15% നിർമ്മാണ പുരോഗതി, അതായത് 5 കിലോമീറ്റർ മാത്രം. കൊല്ലത്ത് 56-ൽ 24 കിലോമീറ്ററും. അതേസമയം മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ 65-ൽ 48 കിലോമീറ്ററിൽ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. പൊതുമരാമത്ത് മന്ത്രിയുടെ ജില്ലയിൽ 69 കിലോമീറ്ററിൽ 55 കിലോമീറ്ററിലും പുരോഗതി കൈവരിച്ചു. ആലപ്പുഴയിലും എറണാകുളത്തും നിർമ്മാണം മന്ദഗതിയിലാണ്. പദ്ധതി ഇഴയുമ്പോൾ ജനങ്ങളാണ് വലയുന്നത്. വെള്ളക്കെട്ട് നടക്കാൻ പോലും പറ്റില്ല, റോഡ് നടക്കാൻ പറ്റുന്നില്ല, വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ ആയുള്ളൊരു ഇടവഴിയുണ്ട്, ഞങ്ങളിപ്പോൾ എല്ലാം പോകുന്ന ഈ ഇടവഴിയുടെ ഹൈവേ കയറാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മണ്ണിട്ട് നിർത്തുന്നതിന് പകരം ഈ മറ്റേ തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലെ പിന്നെ തൂണ് കൊടുത്തിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും സ്ഥലം ആൾക്ക് നഷ്ടപ്പെടില്ല, വണ്ടി പാർക്ക് ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇത്രയും മണ്ണിട്ട് നിർത്തി കഴക്കൂട്ടത്തിൻ്റെ സെൻറ്ററൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുകയാണ്. രാവിലെയും വൈകുന്നേര സമയത്തും നല്ല ബ്ലോക്കാണ്. ഉച്ച സമയത്തും പിന്നെ രാത്രി മാത്രമേ നമുക്ക് വണ്ടി ഓടാൻ പറ്റുള്ളൂ. കച്ചവടമൊക്കെ വളരെ കുറവാണ്, വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടികളൊക്കെ വന്ന് നിർത്തുന്നില്ല. റോഡ് സൈഡിൽ പിന്നെ വണ്ടിയൊന്നും ഒതുക്കാൻ പറ്റുന്നില്ല. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടം വെള്ളക്കെട്ടാണ്. കച്ചവടം പൊതുവേ കുറവാണ്. 1000 രൂപയുടെ കച്ചവടം പോലും ദിവസം നടക്കുന്നില്ല. ഈ വർഷം 31-ന് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യ ഉറപ്പ്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ അതിന് സാധ്യതയില്ല. ഒടുവിലത്തെ അവലോകന യോഗത്തിൽ നിർമ്മാണ പൂർത്തീകരണം 2026 ജൂലൈ 31-ന് ഉണ്ടാകുമെന്നാണ് സർക്കാരും ദേശീയപാത അതോറിറ്റിയും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. കാലാവസ്ഥയിലെ പ്രശ്നങ്ങളും മണ്ണിൻ്റെയും നിർമ്മാണ സാമഗ്രികളുടെയും ലഭ്യത കുറവും വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന് ഇനി മാസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. കേവലം ഒരു പദ്ധതിക്കപ്പുറം സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ വിശ്വാസമാണ് ദേശീയപാത. അതുകൊണ്ട് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണം, മികവുറ്റ രീതിയിൽ തന്നെ. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.